ഇതെന്താ ഇപ്പം നല്ല കൊഴുപ്പുള്ള ഈ സംഭവം? ഇതാ ആരോഗ്യപരമായിട്ടുള്ളൊരു ഓയിലാണിത്. കാസ്റ്റർ ഓയിൽ എന്ന് പറയും, ആവണക്കെണ്ണ. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചതാണ്, ഈ ആവണക്കെണ്ണയ്ക്ക് കൊളസ്ട്രോൾ കൊടുക്കാനുള്ള വല്ല പ്രോപ്പർട്ടി ഉണ്ടോ എന്ന്. തീർച്ചയായിട്ടും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ആവണക്കെണ്ണയ്ക്കുണ്ട്. പക്ഷേ കൊളസ്ട്രോൾ കൊടുക്കാൻ ഇത് സഹായിക്കും എന്നതിന് വ്യക്തമായി തെളിവുകളൊന്നുമില്ല. നമുക്കറിയാം, കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കുന്ന ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ, ഇതൊന്നും ഇതിലടങ്ങിയിട്ടില്ല. സിനൈലോയിക് ആസിഡ് എന്ന് പറയുന്നൊരു സംഭവമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അതിന് ഈ പറയുന്ന കൊളസ്ട്രോൾ കുറക്കാനുള്ള ഒരു സഹായവും ഇതിനില്ല. പക്ഷേ കൊളസ്ട്രോൾ കുറക്കാൻ സഹായിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആവണക്കെണ്ണയ്ക്ക് മറ്റ് ഗുണങ്ങളൊന്നും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. തീർച്ചയായും ഇങ്ങനെ കയ്യിലാക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്മൂത്ത്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ സാധാരണയായിട്ട് ഇത് ക്ലിനിക്കൽ പ്രാക്ടീസിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് വരുന്നത് ഏറ്റവും കൂടുതൽ നല്ലൊരു ലാക്സേറ്റീവ് സൈറ്റാണ്. അങ്ങനെ ശോധന കിട്ടാത്ത ആൾക്കാർക്ക് ഇതങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ശോധന ഉണ്ടാവുന്നത് കാണാൻ പറ്റും. നല്ലൊരു സ്കിൻ മോയ്സ്ചറൈസറാണ് ഈ ആവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ. അത് നമ്മുടെ ശരീരത്തിലൊക്കെ ഒന്ന് പുരട്ടി കഴിഞ്ഞാൽ എന്താവുമെന്നറിയോ, ഇതിൻ്റെ ജലാംശം നിലനിർത്താനും അതിൻ്റെ ഒരു കാന്തി നിലനിർത്താനും സഹായിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ഇതിന് ചിലർക്ക് അലർജി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആദ്യം കുറച്ചൊന്ന് വരുതി നോക്കണം. എവിടെയെങ്കിലും ഒന്ന് പുരട്ടി നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും ചൊറിച്ചിലൊന്നും വരില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇതെന്താക്കാൻ പാടുള്ളൂ, പുരട്ടാൻ പാടുള്ളൂ. ആവണക്കെണ്ണ എടുത്ത് കുറച്ച് നമ്മളെ തലയിലൊക്കെ പുരട്ടുകയാണെങ്കിൽ ഇത് നമ്മളെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ സഹായകരമാണ്. അതുമാത്രമല്ല, മുടി കട്ടി കൂട്ടാനും ഈ ആവണക്കെണ്ണ സഹായിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ നീർവീക്കട്ടാവുന്നൊരവസ്ഥയിൽ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് നമ്മൾ ആവണക്കെണ്ണയ്ക്ക് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ സന്ധികളിലൊക്കെ ഒരു വേദന ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആവണക്കെണ്ണ എടുത്ത് അവിടെ ഇങ്ങനെ പുരട്ടി കൊടുത്താൽ എന്താക്കാൻ പറ്റും, ആ സന്ധി വേദനയ്ക്ക് ഒരു ശമനം കിട്ടും എന്നുള്ളതാണ്. ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഈ ആവണക്കെണ്ണയ്ക്ക് ഉണ്ട്. എന്തെങ്കിലും വേദനയൊക്കെ ഉള്ളതിൽ എന്ത് ചെയ്യുക, കുറച്ച് ആവണക്കെണ്ണ എടുത്തിട്ട് ആ ഭാഗത്തൊന്ന് വെറിയെ ഒന്നിങ്ങനെ മസാജ് ചെയ്ത് നോക്ക്. ഇതിനൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി എന്നുള്ള, ബാക്ടീരിയ എന്ന് പറയുന്ന സൂക്ഷ്മജീവികളെ നശിപ്പിക്കാൻ ഈ ഒരു ആവണക്കെണ്ണ സഹായിക്കും എന്നുള്ളത്. അപ്പോൾ എന്താവും, ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഹീല് ചെയ്യാനും, ഇനി മുഖക്കുരുവൊക്കെ ഉള്ളവർക്ക് അതൊന്ന് പുരട്ടി കൊടുത്താൽ അത് കുറയാനുമുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പം ഒരു തണുപ്പ് കാലമാണ്, ചുണ്ടുകൾക്ക് വരൾച്ച ബാധിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ചെറിയൊരു ചുണ്ടിലൊക്കെ ഇതൊന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഇതുണ്ടാക്കും. കൺപീലികളുടെയും പുരികങ്ങളുടെയും വളർച്ചയ്ക്ക് ഈ ആവണക്കെണ്ണ സഹായിക്കുന്നുണ്ട് കേട്ടോ. രോഗപ്രതിരോധ ശേഷി ഇന്ന് വലിയൊരു ഇഷ്യൂ ആണ്. ഈ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നമ്മൾ ആവണക്കെണ്ണ ഒന്ന് കുറച്ച് ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. ഈ താരനുള്ള ആൾക്കാർക്കൊക്കെ വലിയൊരു ഇഷ്യൂ ആണ് ഇവിടെയൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. താരൻ കുറക്കാനും കുറച്ച് ആവണക്കെണ്ണ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ സാധ്യമാവുമെന്നാണ് പറയുന്നത്. പിന്നെ തലയിൽ അല്ലാതെ ചൊറിച്ചിലുള്ളവർക്കും ഇത് കുറച്ച് പുരട്ടി കഴിഞ്ഞാൽ ആ ചൊറിച്ചിലിനൊക്കെ ഒരു ശമനം കിട്ടും. പിന്നെ എവിടെയെങ്കിലൊക്കെ പാടുകളും സ്ട്രെച്ച് മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആവണക്കെണ്ണ പുരട്ടിക്കഴിഞ്ഞാൽ അത് കുറക്കാൻ ഇത് പുരട്ടുന്നത് കൊണ്ട് സാധ്യമാണ്. കുറച്ച് ദീർഘകാലാടിസ്ഥാനത്ത് പുരട്ടണമെന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ആവണക്കെണ്ണ ഇതിലുള്ള ഫാറ്റി ആസിഡ് അത് പുരട്ടുന്നതുകൊണ്ട് ഒരു മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊലിയിലെ ഇലാസ്റ്റിസിറ്റി നശിച്ചു പോകുന്നത് തടയും എന്നുള്ളതാണ്. അപ്പോൾ ഈ വാർദ്ധക്യം വരുന്നതിനനുസരിച്ച് നമ്മളുണ്ടാകുന്ന ചുക്കിച്ചൊളിവുകൾ ഇല്ലാതാക്കാനും അതുപോലെ വാർദ്ധക്യത്തെ പ്രതിരോധിക്കാനും ഈ ഒരു ആവണക്കെണ്ണ കൊണ്ട് സാധ്യമാവും. അപ്പോൾ ഈ ഫംഗസിൻ്റെ അണുബാധകൾ, സെബറോയിക് ഡെർമറ്റൈറ്റിസ് അങ്ങനത്തെ പലതും ഉള്ളവർക്ക് ഇതൊന്ന് പുരട്ടിക്കഴിഞ്ഞാൽ ഈ ഫംഗസിനെ തുരത്താനും ഇതുകൊണ്ട് സാധ്യമാവും. പിന്നെ പ്രത്യേകിച്ച് സൂര്യാഘാതമൊക്കെ ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യാറുണ്ടല്ലോ, ആ സമയത്ത് അവിടെ കുറച്ച് ആവണക്കെണ്ണ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ അതിനും ഒരു ശമനം കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഇത് കൊളസ്ട്രോൾ കുറക്കാൻ സഹായകരമല്ലെങ്കിലും ഇതുപോലുള്ള ഒരുപാട് എഫക്റ്റുകൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആവണക്കെണ്ണ ഒരു വണ്ടർഫുൾ ചോയ്സാണ്. ഓക്കെ, ബി ഹെൽത്തി, ബൈ.